ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും RJ നിവ്യ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താ പറയാ, നമ്മളിപ്പോൾ 38 വീക്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അറിയില്ല ഏത് സമയത്താ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരികയാണ്. അതുകൊണ്ട് ഹോസ്പിറ്റൽ ബാഗ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 34 വീക്ക് ആയപ്പോഴത്തേക്കും ഞാൻ ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ആക്കി. പിന്നെ അതിലോട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. ഇപ്പം നമ്മൾ ഇതിപ്പോ നാട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും ഇത്രയും സാധനങ്ങളൊന്നും മേടിക്കാൻ പാടില്ല കുട്ടി ജനിക്കുന്നതിന് മുമ്പ്. പക്ഷെ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചുകൊണ്ട് തന്നെ പോകണം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ നമ്മൾ ഒത്തിരി സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അത്യാവശ്യം ഹോസ്പിറ്റൽ ഡേയ്സിൽ നമുക്കതൊന്ന് ടാക്കിൾ ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് മിഡ് വൈഫ് നമ്മൾ വീട്ടിൽ വേണം എന്ന് ഉറപ്പുവരുത്തുന്ന കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് ഞാൻ ഡെലിവറിക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ മദറിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ബേബിയുടെ ഐറ്റംസിന്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. ഇതിപ്പോൾ എൻ്റെ ആവശ്യാനുസരണം പല വീഡിയോസിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ എല്ലാ ഐറ്റംസും മേടിക്കണമെന്നോ ഇത് തന്നെ ആയിരിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങളുടെ അനുസരണം നിങ്ങൾക്കത് ക്രമീകരിച്ചെടുക്കാവുന്നതാണ്. എനിക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയ ഐറ്റംസ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാവേ. എൻ്റെ ഐറ്റംസ് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതെന്തായാലും എടുത്തു വെക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ എന്നെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാനുള്ള ഐറ്റംസും അത് ഞാൻ മേ ബി പോകുന്ന സമയത്തായിരിക്കും എടുത്തു വെക്കുക. പിന്നെ വേണ്ട ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത്. എനിക്ക് ആവശ്യമായിട്ടുള്ള ടവൽസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ടവലിൽ നമ്മുടെ ലാർജ് വലിയ വലിപ്പമുള്ള ഒരു ടവലും അതുപോലെ തന്നെ ഞാൻ ഒരു കളർ തോർത്ത് ഇവിടെ ആരും യൂസ് ചെയ്യാറില്ല. ആരും കളിയാക്കരുത്, UK വന്നിട്ട് തോർത്തെന്നൊക്കെ പറയരുത്. എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മുടെ നാടൻ തോർത്ത് തല എങ്ങാനും ഷവർ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. ബാക്കി ഉള്ള ടവല് ഇതിൽ ഞാൻ വേറെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യം വെള്ളത്തോർത്ത് ഒരെണ്ണം എടുക്കണം എന്ന് ഇത് പാക്ക് ചെയ്ത സമയം മുതൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു വെള്ളത്തോർത്ത് എടുത്തിട്ടുണ്ട്. ഇതിന്റെ യൂസ് എന്താണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും യൂസ് വരുമെന്ന്. അപ്പൊ അങ്ങനെ ടവൽസിന്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പേര് എഴുതിയിട്ടുണ്ട് ചേട്ടായിക്ക് പെട്ടെന്ന് എടുത്തു തരാനൊക്കെ ഉള്ളൊരു എളുപ്പത്തിന്. ഞാൻ എൻ്റെ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ വെക്കാം. പിന്നെ നിപ്പിൾ കെയറിന്റെ ഐറ്റംസ് ആണ്. ക്രീമും നിപ്പിൾ പാഡും ഒക്കെ വേണമല്ലോ. അപ്പൊ അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേടിക്കേണ്ടതാണ് ഈ ഒരു നിപ്പിൾ പാഡ്. നമുക്ക് ഇത് എന്താ പറയുക, ഇത് പാല് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ തെറ്റി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാഡ് വെച്ചിട്ട് കവർ ചെയ്ത് കഴിയുമ്പം മെസ്സ് ആവാതെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവർ തരുന്നതിൽ ലിസ്റ്റിലും ഉള്ള ഒരു സംഭവമാണ് നിപ്പിൾ പാഡ്. അത് എന്തായാലും മേടിക്കണം. അതുപോലെ തന്നെ നിപ്പിൾ കെയർ ക്രീമുണ്ട്. അത് ഞാൻ ഈ ഒരു ലനോലിൽ എന്ന് പറയുന്ന നിപ്പിൾ ക്രീമാണ് മേടിച്ചേക്കുന്നത്. ഇത് ബൂട്ട്സിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഒരു ചെറുതാ ഞാനിപ്പോൾ എടുത്തേക്കുന്നുള്ളൂ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി വലുത് മേടിക്കാം. പക്ഷെ ഹോസ്പിറ്റലിലോട്ട് അത്രയും വലിയ സാധനം കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സാധനം മാത്രം കൊണ്ടുപോകാൻ എടുക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നിപ്പിളിൽ ക്രാക്സ് വരികയാണെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളൊരു നിപ്പിൾ ക്രീമാണ്. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അത് ഞാൻ നിപ്പിൾ കെയർ ഐറ്റംസ് ഇതിലിങ്ങനെ വെച്ചേക്കുന്നു എന്ന് മാത്രം. പിന്നെ ഇത് എൻ്റെ ഇന്നേഴ്സ് ആണ്. അപ്പം ഇന്നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മേടിക്കുന്ന ബ്രാസ് ഇതായിരിക്കണം, നഴ്സിംഗ് ബ്രാസ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ. ഞാൻ ഇതുവരെ നഴ്സിംഗ് ബ്രാ യൂസ് ചെയ്തിട്ടില്ല, നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട്. അപ്പൊ നഴ്സിംഗ് ബ്രാ യൂസ് ചെയ്യുമ്പം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രാൻ്റെ ഹുക്ക് ഇവിടെ നിന്ന് അയച്ചിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ നഴ്സിംഗ് ബ്രാസും ഇന്നേഴ്സ് എല്ലാം കൂടി കൊള്ളുന്ന ഒരു എൻ്റെ ഷെമ്മി ഇന്നേഴ്സ് എല്ലാം കൂടി ഉള്ള ഒരു സെറ്റ് അത് അതിൽ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് മെറ്റേണിറ്റി പാഡ്സ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലീഡിങ് ഒക്കെ ഒത്തിരി ഉണ്ടാവും. അപ്പൊ അതിന് ഞാൻ മേടിച്ചേക്കുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. ഒന്ന് നല്ല അബ്സോർപ്ഷൻ ഉള്ള ടൈപ്പ് മെറ്റേണിറ്റി പാഡ് എന്ന് പറഞ്ഞു വരുന്ന ഒരു മെറ്റേണിറ്റി മാക്സി പാഡ്സ് ഒരു 10 ഉള്ളതിൻ്റെ ഒരു സെറ്റ്. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള അഡൽട്ട് അണ്ടർവെയേഴ്സ്. അപ്പൊ ഇത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും ആദ്യത്തെ ഒരു 2-3 ഡേയ്സ് എന്നാണ് ഞാൻ കേട്ടേക്കണേ. അറിയില്ല, നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഏതാ ബെറ്റർ നമുക്ക് പറ്റാത്തതെന്ന് അറിയുള്ളൂ. അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചേക്കണേ. ഏതായാലും
എല്ലാ ഓപ്ഷൻസും നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണല്ലോ, നമുക്കറിയില്ല ഏതാ ബെറ്റർ എന്ന്. അപ്പൊ അതുകൊണ്ട് ആ 2 സെറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരു പോസ്റ്റ്പാർട്ടം നമ്മുടെ ബെൽറ്റ് ഇല്ലേ, നാട്ടിൽ നമ്മൾ തുണിയൊക്കെ കിട്ടും, മീൻസ് മുണ്ടൊക്കെ വെച്ച് കെട്ടില്ലേ, ഇവിടെ നമുക്ക് കെട്ടിത്തരാൻ ആളില്ല, നമുക്ക് അറിയത്തുമില്ല എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആ ബെൽറ്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് ഹോസ്പിറ്റൽ ബാഗിൽ കൊണ്ടുപോകാൻ വെക്കണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പൊ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പറഞ്ഞു, ഈ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള സംഭവമൊക്കെ പോയി വയറിങ്ങനെ ഭയങ്കര ലൂസായിട്ട് കിടക്കുമ്പോൾ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ തോന്നും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള പോലെ തോന്നുന്നു പറഞ്ഞു. അപ്പം അറിയില്ല ഇത് അവര് അലോ ചെയ്യുമോ, നമുക്ക് ഇടാൻ സമ്മതിക്കുമോ അറിയില്ല. പക്ഷെ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇല്ല എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ലിപ്പേഴ്സ് ആണ്. ഒക്ടോബർ 1st വീക്കാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ്. ഇപ്പൊ സെപ്റ്റംബർ ലാസ്റ്റ് ആയിണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് തണുപ്പും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചില സമയത്ത് ചിലവർക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ആഫ്റ്റർ ഡെലിവറി നമ്മുടെ ബോഡി ഭയങ്കര ഹീറ്റ് ആവുന്ന പോലെ തോന്നും. ചിലവർക്ക് അത് തണുപ്പായിട്ടാണ് ഫീൽ ചെയ്യാന്നൊക്കെയാണ് കേട്ടേക്കണേ. അപ്പൊ ഞാൻ ബെഡിൽ കിടക്കണ സമയത്തും സോക്സിന്റെ കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാം ആയിട്ടുള്ള സ്ലിപ്പർ മേടിച്ചിട്ടുണ്ട്. കോംഫി ആയിട്ടുള്ള വാം ആയിട്ടുള്ള, നമുക്ക് ബെഡിൽ കിടക്കുന്ന സമയത്തും ഇടാൻ പറ്റും. അതിൻ്റെ ഒപ്പം നമ്മൾ നടക്കാൻ പോകുമ്പോഴോ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നാട്ടിലത്തെ പോലത്തെ ഒരു സാധാ സ്ലിപ്പറും. അപ്പൊ അങ്ങനെ 2 സ്ലിപ്പേഴ്സാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ ഇതെന്റെ വാഷ് ബാഗാണ്. ഈ വാഷ് ബാഗിൽ ഇങ്ങനെ ചേട്ടായാണ് എൻ്റെ കൂടെ പറഞ്ഞത്, ചേട്ടായി മാത്രമാണ് കയറുന്നത്. അപ്പം ചേട്ടായിക്ക് വേണ്ട ഇപ്പം ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, എനിക്കും ഉള്ള ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, അതുപോലെ തന്നെ ഷവർ ജെല്ല്, പിന്നെ ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം, ഫേസ് വാഷ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടി കൂട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലൊരു എക്സ്ട്രാ ഐറ്റം എടുത്ത് കാണിക്കുന്നത്, ഇത് നമ്മുടെ പെരിനിയൽ ബോട്ടിൽ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. UK ഡെലിവറിക്ക് പോകുമ്പോൾ, അതായത് പോയവരെല്ലാം എടുക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഇവിടെ നമുക്ക് മഗ് വെള്ളമൊന്നും കിട്ടത്തില്ല ടോയ്ലറ്റില്. അപ്പൊ ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഓഫ്കോഴ്സ് നമ്മൾ നാട്ടിൽ നിന്ന് ശീലിച്ചനുസരിച്ച് ആ ഭാഗം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ബോട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൽ വെള്ളം കളക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് വരും. അപ്പം ഇത് നമുക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും പറഞ്ഞ് ഇത് ഞാൻ എൻ്റെ ആമസോണിൽ ഷീനിന്ന് അങ്ങോട്ട് മേടിച്ചതാട്ടോ. അതുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ ഐറ്റംസ്. ഞാൻ പിന്നെ പ്രിഫറബിളി ഞാൻ അവിടുന്ന് തലയൊന്നും കുളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഇൻ കേസ് അങ്ങനെ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഷവർ ജെല്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വാഷ് ബാഗിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളത്. എനിക്കും ചേട്ടായിക്കും വേണ്ട ഐറ്റംസ് ഉണ്ട് ഇതില്. ആക്ച്വലി ഞാൻ ചേട്ടായിയുടെ അടുത്ത് പറഞ്ഞു, ചേട്ടായിക്കും കൂടി വേണ്ട ഒരു ജോഡി ഡ്രസ്സ് ഇതിന്റെ കൂട്ടത്തിൽ എടുത്ത് വെക്കേണ്ടതുണ്ട്. പുള്ളി പറയണ പുള്ളി ഇവിടെ വന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നോളാം എന്നാണ് പറയണത്. കാരണം വീടും ഹോസ്പിറ്റലും തമ്മിൽ അധികം ദൂരമില്ല, ഒരു 5 മിനിറ്റ്സിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. ചിലപ്പം അങ്ങനെ ചെയ്യുമായിരിക്കും. പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മുടിയിലിടുന്ന ക്ലിപ്പ്, ഈ ബണ്ണൊക്കെ. അപ്പം അമ്മേനെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, നമ്മുടെ നാട്ടിലൊക്കെ ഡെലിവറിക്ക് പോണ സമയത്ത് മുടിയൊക്കെ 2 സൈഡിൽ പിന്നി ഭയങ്കരമായിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ട് പോകുള്ളൂ. കാരണം നമ്മൾ ഡെലിവറി സമയത്ത് നമ്മൾ ആകെപ്പാട് അലങ്കോലമാക്കും, അതുകൊണ്ട് അങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടണം എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുമ്പോൾ അത് കേൾക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് മുടി കെട്ടാനും പിന്നെ ഒരു ജസ്റ്റ് ലിപ് ബാമും പിന്നെ ഒരു അമൃതാഞ്ജനം എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും കോൾഡോ അല്ലെങ്കിൽ തലവേദന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് മണക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു അമൃതാഞ്ജനം എടുത്തിട്ടുള്ള അങ്ങനത്തെ തല കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു സംഭവം. പിന്നെ ലാസ്റ്റ് ആയിട്ട് എനിക്ക് വേണ്ട ഡ്രസ്സസ് ആണ്. അപ്പൊ ഇപ്പൊ ഓൾറെഡി തണുപ്പായതുകൊണ്ട് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ലോണം തണുക്കും. പക്ഷെ എങ്കിലും എനിക്ക് അവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു 2 ഫീഡിങ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഫീഡിങ് ആണ്. ഇവിടെ സിബ് ഉണ്ട്. അപ്പൊ നമുക്ക് സിബ് ഓപ്പൺ ചെയ്ത് ഫീഡ് ചെയ്യാൻ പറ്റും. 2 സൈഡിലും സിബുള്ള ടൈപ്പാ. അങ്ങനത്തെ 2 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പൈജാമാസ്, അതായത്
എന്താ ബട്ടൺസ് വെച്ചിട്ടുള്ള പൈജാമാസും പാൻറ്റും ആയിട്ടുള്ള ഒരു സെറ്റും എടുത്തിട്ടുണ്ട്. തണുപ്പാണെങ്കിൽ നമുക്ക് ഇടാനും ഒക്കെ ഇതായിരിക്കും കുറച്ചും കൂടി. കാണിച്ചു തരാം, ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനത്തെ പൈജാമാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബട്ടൺസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിന്റെ പാൻറ് കൂടി വരുന്ന സെറ്റ് ഒപ്പിച്ചിട്ടുള്ള 2 സെറ്റും എടുത്തിട്ടുണ്ട്. അത്രയും മതിയാവുന്ന വരുന്നു. മൊത്തത്തിൽ ഞാനൊരു 4 ജോഡി ഡ്രസ്സ് എടുത്തിട്ടേക്കുന്നേ. അതിലൊന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പം ഇട്ടുകൊണ്ട് വരാനൊക്കെ കൂടിയാണേ. അപ്പൊ അത് മതിയാവും, 4 ജോഡി ഡ്രസ്സ് മതിയാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഡെലിവറീന്റെ സമയത്ത് നമുക്ക് ഇവിടുന്ന് ഹോസ്പിറ്റൽ ഗൗൺ ഒക്കെ തരും. പിന്നെ ഒരെണ്ണം നമ്മൾ എന്തായാലും ഇട്ടുകൊണ്ട് പോകുമല്ലോ, അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റൽ ഗൗണിൽ കയറി. പിന്നെ 4 ജോഡി ഡ്രസ്സ് തന്നെ ധാരാളം എന്നാണ് കരുതുന്നത്. അപ്പൊ അത് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലിലെ ബ്ലാങ്കറ്റ്സ് അത്ര വാം അല്ല. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണോണ്ടും എനിക്ക് നന്നായിട്ട് അറിയാം, അവിടുത്തെ ബ്ലാങ്കറ്റ്സ് അത്ര വാം ആയിട്ട് നമുക്ക് ഇരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഡ്രസ്സിങ് ഗൗൺ എടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഗൗണ് ജോസ് പ്രകാശ്, നമ്മൾ എങ്ങനെയാണ് പറയുക, ജോസ് പ്രകാശിനെ പോലെ. അപ്പൊ നല്ല വാം ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഗൗൺ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് ഇട്ടുകൊണ്ട് നടക്കാലോ ഹോസ്പിറ്റലിൽ കൂടിയൊക്കെ. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാണ്ട് ഞാൻ യൂഷ്വലി എടുക്കുന്ന ഒരു ഷോൾഡർ ബാഗ് എടുക്കുന്നുണ്ട്. അതിന് ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്നതാണ്. അതിൽ ഞാൻ നമ്മുടെ മൊബൈൽ ചാർജർ, മൊബൈൽ ആക്സസറീസ് ഒക്കെ കൊണ്ടുപോകും. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ്, പിന്നെ ഒരു സ്മോൾ ഫ്ലാസ്ക് എന്ന് പറയില്ലേ, ഫ്ലാസ്ക് അല്ല ആക്ച്വലി, കുറച്ച് നേരമൊക്കെ ടെമ്പറേച്ചർ നിൽക്കുന്ന ഒരു കുപ്പിയുണ്ട് എനിക്ക് വെള്ളം കുടിക്കുന്നത്. കാരണം തണുപ്പായതുകൊണ്ട് ഞാൻ അധികം തണുത്ത വെള്ളം കുടിക്കാറില്ല. അപ്പൊ അതെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കുപ്പി. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ID കാർഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പേഴ്സും. അത്രയും സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകും. ഇത്രയും മതി എന്നാണ് ഞാൻ കരുതുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. പിന്നെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് കുറേയും കൂടി ഐറ്റംസ് നമ്മൾ സെറ്റ് ആക്കാനുള്ളത്. വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇതെല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ പോകുന്നത് സെയിം പ്രൊസീജിയറിനാണല്ലോ. അതിപ്പോൾ നാട്ടിലായാലും ഇവിടെ ആയാലും ഈ കാര്യങ്ങളെല്ലാം ആവശ്യമായി വരും. ചില വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇത്രയധികം ഐറ്റംസ് ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഐറ്റംസ് ആണ് ഞാൻ കാണിച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ, ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു, വേറൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ആയി പോകേണ്ടതും കുറച്ച് ദിവസം അധികം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതും ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതുപോലെ ഇൻ കേസ് ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെയും കൂടി ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഹോസ്പിറ്റൽ അടുത്താണ്, വന്ന് എടുക്കാമെന്നൊക്കെ കരുതി ഒരു കാര്യവും മാറ്റി വെക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം എല്ലാം നമ്മുടെ കയ്യിലുള്ളത് നമുക്കൊരു ബലം തന്നെയല്ലേ. പിന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യം, ഇപ്പൊ എനിക്ക് 38 വീക്സ് ആയി. ഞാൻ എൻ്റെ ഗോൾഡ് അങ്ങനത്തെ ഓർണമെന്റ്സ് എല്ലാം ഊരി വെച്ചു. നമ്മൾ അവിടെ ചെന്നിട്ട് അതൊക്കെ ഊരി വെക്കണേനേക്കാളും നല്ലത് വീട്ടിൽ നിന്ന് തന്നെ അതൊക്കെ സെറ്റാക്കി പോകുന്നതായിരിക്കും. അതൊക്കെ ചെയ്തിട്ട് പോവാം. അപ്പൊ അത്രയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഈ വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്ക് ഇവൻ വരുമെന്ന് പ്രതീക്ഷയിൽ രണ്ടുപേരും കൂടി സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒത്തിരി സ്നേഹത്തോടെ ബൈ ബൈ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള മോം ടു ബിക്ക് വേഗം സെൻഡ് ചെയ്തോളൂ കേട്ടോ.